ഇന്ദ്രജിത്തിന്റെ ബ്രഹ്മാസ്ത്ര പ്രയോഗത്തിൽ സർവരും ബോധക്ഷയത്തോടുകൂടി താഴെ പതിച്ചു. ഉടനെ തന്നെ ഹനുമാൻ ഹിമവൽഗിരിയിൽ നിന്ന് ഔഷധങ്ങൾ കൊണ്ടുവന്നു. ഔഷധങ്ങൾ എത്തി അതിൻ്റെ ഗന്ധമടിച്ചതോടുകൂടി മരിച്ചു കിടന്നവർ പോലും ഉന്മേഷത്തോടെ ഉണർന്നെഴുന്നേറ്റു. ജഡങ്ങൾ കടലിലെറിഞ്ഞതുകൊണ്ട് രാക്ഷസന്മാർക്ക് ഇത്തരം ഒരു ഭാഗ്യമുണ്ടായിരുന്നില്ല. ഉടനെ തന്നെ സുഗ്രീവന്റെ ആജ്ഞ വന്നു. വാനരസേന ആർത്തു വിളിച്ചു തുള്ളിച്ചാടിക്കൊണ്ട് ലങ്കാനഗരിയെ ഒരറ്റത്തു നിന്ന് കത്തിക്കുവാൻ തുടങ്ങി. തോരണങ്ങളും പ്രാസാദങ്ങളും അകിലും ചന്ദനവും പോലെയുള്ള സുഗന്ധവൃക്ഷങ്ങളും വസ്ത്രാഭരണങ്ങളും ആയുധപ്പുരയുമെല്ലാം കത്തിയെരിയുവാൻ തുടങ്ങി. പുളച്ചു പടരുന്ന തീജ്വാലകൾ താഴെ. ഇതിനെല്ലാം മൗനസാക്ഷിയായി ചന്ദ്രതാരാഗണങ്ങൾ മേലെ അന്തരീക്ഷമാകെ ജ്വലിച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം കണ്ട രാവണൻ ക്രൂദ്ധനായിക്കൊണ്ട് തൻ്റെ സേനാനായകന്മാരെ മുഴുവൻ, ശ്രീരാമസേനയെ മുഴുവൻ കൊന്നൊടുക്കുന്നതിനായി പറഞ്ഞയച്ചു. എന്നാൽ തുടർന്നുണ്ടായ യുദ്ധത്തിൽ സേനാപതിമാരെല്ലാം മരണപ്പെട്ടു. വീരാഗ്രണികളായ നായകന്മാർ ഹതരായത് കണ്ട രാവണപ്പട കുംഭകർണസൂനുവായ കുംഭനെ അഭയം പ്രാപിക്കുവാൻ വേണ്ടി കുംഭ സമീപത്തേക്ക് ഓടിച്ചെന്നു. തൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്ന് വിഷമങ്ങൾ പറയുന്ന രാക്ഷസ സൈന്യത്തെ സാന്ത്വനപ്പെടുത്തിയ കുംഭൻ പിന്നീട് കാണിച്ചതെല്ലാം മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന, വാനരന്മാർക്ക് ദുഷ്കരമായി തീരുന്ന അടരാണ് പിന്നീട് കാഴ്ചവെച്ചത്. പ്രധാന രാക്ഷസന്മാർ കവികളാൽ വീഴ്ത്തപ്പെട്ടത് കണ്ട കുംഭൻ രഥമേറിയ ആ വില്ലാളി വീരൻ തൻ്റെ അപ്രമത്തതയോടുകൂടി തന്നെ ശരങ്ങളെല്ലാം തൂക്കിത്തുടങ്ങി. തൻ്റെ പെരും ചാപത്തിൽ നിന്ന് അത്യുഗ്രമായൊരു ബാണം അകർണാന്തം വലിച്ച് ദ്വിവിധന്റെ നേർക്കാണ് നേരിട്ടയച്ചത്. പൊൻകെട്ടിയതും കഴുകത്തൂവൽ വെച്ചതുമായ ആ സായകം പെട്ടെന്ന് തന്നെ ശരീരത്തിൽ കൊണ്ട ആ മഹാകവി കാലടി നിലത്തുറയ്ക്കാതെ ഒരു മാമല പോലെ തളർന്ന് താഴെ വീണു. അനുജനായ ദ്വിവിധന് ഇടിവ് പറ്റിയത് കണ്ട മൈന്ദൻ ഏറ്റവും കെൽപ്പോടുകൂടി ഒരു വലിയ ഗിരിശൃംഗമടർത്തിയെടുത്ത് അരക്കൻ്റെ നേർക്കെറിഞ്ഞു. നിശിതങ്ങളായ 5 അസ്ത്രങ്ങൾ അതിനെ പിളർത്തി ശകലങ്ങളാക്കി കളഞ്ഞു. മുന തേച്ച് മൂർച്ച വരുത്തിയ പാമ്പ് പോലെയുള്ള ഒരസ്ത്രം ദ്വിവിധന്റെ നെഞ്ചിലേക്ക് ആഞ്ഞ് വിടുകയും ചെയ്തു. അതേ സമയം തന്നെ കുംഭന്റെ അസ്ത്രം ചീറിപ്പാഞ്ഞു വന്ന് മൈന്ദന്റെ നെഞ്ചിലേക്ക് ആർന്നിറങ്ങി. ബോധം കെട്ട് മൈന്ദൻ താഴെ വീണു. കരുത്തന്മാരായ മാതുലന്മാർ 2 പേരും വീണത് കണ്ട ഉടനെ തന്നെ അംഗദൻ ശരവേഗത്തിലാണ് അവിടേക്ക് ഓടിയെത്തിയത്. നേരിട്ട് വരുന്ന കുമാരന്റെ നെഞ്ചിലേക്ക് ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ക്രൂര ശരങ്ങൾ 5 എണ്ണമാണ് നികുംഭൻ അയച്ചത്. കൊമ്പനാനയിൽ തോമരം പോലെ കൂരമ്പുകൾ 3 എണ്ണം വേറെയും അയച്ചു. തുടർന്നുണ്ടായ യുദ്ധത്തിൽ കുംഭൻ കൂർത്ത ബാണങ്ങൾ തുടരെ അംഗദനിൽ എയ്തു കൊള്ളിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇതിലൊന്നും അല്പവും തളർച്ച തട്ടാത്ത ആ ബാലീനന്ദനൻ കല്ലും മരങ്ങളും കുംഭന്റെ ശിരസിലേക്ക് പൊഴിച്ചു. കുംഭകർണന്റെ ആ ആത്മജൻ പുത്രൻ അല്പമെങ്കിലും കൂസലില്ലാതെ തൻ്റെ നേരെ വരുന്ന ആ വൃക്ഷങ്ങളെയും ഗിരിശൃംഗങ്ങളെയും കല്ലുകളെയും സർവ്വതിനെയും പൊന്നണിഞ്ഞ അസ്ത്രങ്ങളാൽ ഖണ്ഡിച്ചു വീഴ്ത്തി. അതിശക്തമായ യുദ്ധത്തിനൊടുവിൽ ശരീരമാസകലം മുറിവുകളോടുകൂടിയ അംഗദൻ ബോധരഹിതനായി താഴെ പതിച്ചു. അപാരമായ സാഗരത്തിൽ നീന്തിത്തുഴഞ്ഞ് തളരുന്നത് പോലെ ദുർജയനായ അംഗദൻ അവശനായി തീർന്ന് തളർന്ന് ഒരു വർത്തമാനം പോലും പറയാൻ പറ്റാത്ത തരത്തിൽ താഴെ പതിച്ചു. ഇതെല്ലാം കണ്ടപ്പോൾ വാനരന്മാർ വളരെ വേഗത്തിലോടി ശ്രീരാമചന്ദ്രസ്വാമിയെ കാര്യങ്ങൾ അറിയിച്ചു. പടക്കളത്തിൽ ബാലിസുതൻ താഴെ വീണുവെന്ന വാർത്ത കേട്ട ശ്രീരാമചന്ദ്രൻ ജാമ്പവാൻ തുടങ്ങിയ ഹരിപ്രമുഖന്മാരെ വിളിച്ച് നേരെ കുംഭ സമീപത്തേക്ക് അയച്ചു. ശ്രീരാമനിർദ്ദേശം ശിരസാവഹിച്ച് ചൊടിച്ചാർത്ത ആ വില്ലാളി വീരന്മാർ കുംഭന്റെ നേർക്ക് വന്ന് മരങ്ങളും കല്ലുകളും എടുത്ത് ആക്രമണം ആരംഭിച്ചു. രക്തവർണമാർന്ന കണ്ണുകളോടുകൂടി യുവരാജ സംരക്ഷണത്തിന് ജാഗ്രതയോടുകൂടി സുഷേണനും ജാമ്പവാനും വേഗദർശിയും തുടങ്ങിയ പ്രമുഖന്മാർ വേഗത്തിൽ തന്നെ യുദ്ധം ആരംഭിച്ചു. കൊടുങ്കാറ്റ് പോലെ വരുന്ന അവരെ
തൻ്റെ ബാണവർഷം കൊണ്ട് ആ കുംഭകർണപുത്രൻ പ്രവാഹത്തെ മഹാഗിരി എന്ന പോലെ തന്നെ തടഞ്ഞു നിർത്തിക്കളഞ്ഞു. കരയെ ആക്രമിച്ച് കയറുവാൻ സാധിക്കാത്ത ഒരു മഹാസാഗരം പോലെ ആ അരക്കൻ്റെ അസ്ത്രസമൂഹ മാർഗത്തെ കടക്കുവാൻ ആ വാനരപ്രമുഖന്മാർക്ക് ആർക്കും സാധിച്ചില്ല. എന്തു ചെയ്യണമെന്നറിയാതെ ആ പോരാട്ട മഹിമ കണ്ട് അത്യത്ഭുതത്തോടുകൂടി, എന്നാൽ ചെറിയൊരു ഭയത്തോടുകൂടി അവരെല്ലാം കുംഭനെ നോക്കിക്കൊണ്ട് അത്യത്ഭുതമായ ഭാവത്തിൽ നിന്നുപോയി. ജാംബവാൻ അടക്കമുള്ള കപിനായകന്മാരെല്ലാം അസ്ത്രമഴ കണ്ട് വിഷമിക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ സഹോദരപുത്രനെ രക്ഷിക്കുവാൻ വാനര രാജാവായ സുഗ്രീവൻ അടുത്ത ക്ഷണത്തിൽ തന്നെ അവിടേക്കെത്തി. അംഗദനെ തൻ്റെ പിന്നിലാക്കി അതിശക്തിയോടെ സുഗ്രീവൻ കുംഭനെ ഒരു സിംഹം വനാന്തരത്തിൽ മേയുന്ന മദഗജത്തെ എങ്ങനെയാണ് നേരിടുന്നത് അതുപോലെ തന്നെ നേരിട്ടു. അവിടെ ഉണ്ടായിരുന്ന മരുതുവൃക്ഷങ്ങൾ പറിച്ചെടുത്തു. ഞമകളും തുടങ്ങിയിട്ടുള്ള വലിയ വലിയ വൃക്ഷങ്ങൾ, ഈ മാമരങ്ങളെല്ലാം തന്നെ പറിച്ചെടുത്ത് ഉടൻ മഹാബലവാനായിട്ടുള്ള കപീശ്വരൻ കുംഭന്റെ നേർക്ക് എറിഞ്ഞു തുടങ്ങി. ആകാശത്തെ തന്നെ ആ വൃക്ഷസമൂഹം മറച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ വില്ലാളികളിൽ അഗ്രിമനായ കുംഭനാകട്ടെ കൂരമ്പുകൾ കൊണ്ട് വരുന്ന സർവ്വതിനെയും തട്ടി തകർത്ത് കളഞ്ഞു. ലക്ഷ്യം പിഴയ്ക്കാതെ വരുന്ന അസ്ത്രങ്ങൾ ആ വൃക്ഷവർഷത്തെ ശരസമൂഹം കൊണ്ട് ശരാഗ്നി എന്നതുപോലെ തന്നെ ആ മിടുക്കനായിട്ടുള്ള അരക്കൻ സർവ്വതിനെയും തകർത്ത് കളഞ്ഞു. ആത്മശക്തി അമിതമായിട്ടുള്ള സുഗ്രീവന് ഈ വൃക്ഷങ്ങളെ പുഷ്പം കണക്കെ ഇല്ലാതാക്കി തീർക്കുന്ന തകർത്തെറിയുന്നത് കണ്ടപ്പോൾ യാതൊരു കൂസലും ഉണ്ടായില്ല. പേമാരി പോലെ തൻ്റെ നേരെ വരുന്ന ബാണങ്ങളെല്ലാം സഹിച്ചുകൊണ്ട് സുഗ്രീവൻ വളരെ പെട്ടെന്ന് മുന്നോട്ടെടുത്തു. കുംഭന്റെ തേരിന്റെ സമീപം ചെന്ന് മാരിവില്ലിനു തുല്യമായ പെരും ചാപത്തെ തൻ്റെ കാരിരുമ്പ് പോലെയുള്ള കൈകൾ കൊണ്ട് പിടിച്ചു പറിച്ച് പൊട്ടിച്ചെറിഞ്ഞു കളഞ്ഞു. ദുസാധ്യമായ കാര്യം ചെയ്ത് കൊമ്പൊടിഞ്ഞ ആനയെപ്പോലെ നിൽക്കുന്ന കുംഭനെ നോക്കിക്കൊണ്ട് ശ്രീരാമ സുഹൃത്തും വാനര രാജാവുമായിട്ടുള്ള സുഗ്രീവൻ കുംഭനോടായി പറഞ്ഞു, ഹേ കുംഭ, അങ്ങയുടെ വീര്യവും വിക്രമവും ബാണവേഗവും അത്ഭുതം തന്നെയാണ്. പ്രഭവവും സൗഹൃദവും രാവണതുല്യമായി തന്നെ അങ്ങേക്കുണ്ട്. അങ്ങ് ഒരാൾ മാത്രമാണ് അങ്ങയുടെ പിതാവിന് തുല്യനായിട്ടുള്ളവൻ. മഹാബാഹുവായ അങ്ങ് വില്ലെടുത്തു കഴിഞ്ഞാൽ ദേവന്മാർ പോലും അടുക്കുകയില്ല എന്നെനിക്കറിയാം. മഹാബുദ്ധിമാനായ ഹേ വീര, യുദ്ധം ചെയ്യൂ. പഠിച്ചിടത്തോളം പയറ്റുകൾ ഞാനൊന്ന് കാണട്ടെ. അങ്ങയുടെ വല്യച്ഛൻ അത്യുഗ്ര വരപ്രാപ്തി കൊണ്ടാണ് ദേവന്മാരെയും ദൈത്യന്മാരെയും ഒക്കെ വിജയിച്ചത്. എന്നാൽ അങ്ങനെയല്ല അങ്ങയുടെ അച്ഛൻ. അങ്ങയുടെ അച്ഛനായ കുംഭകർണൻ കയ്യൂക്കുകൊണ്ട് തന്നെയാണ് സർവരെയും തോൽപ്പിച്ചത്. എന്നാൽ അസ്ത്രപ്രയോഗത്തിൽ ഇന്ദ്രജിത്തിന് തുല്യനും പ്രതാപത്തിൽ രാവണന് തുല്യനുമായിട്ടുള്ള ഹേ കുംഭ, ബലവീര്യാദികൾ അരക്കന്മാരിൽ മികച്ച ഒരാളുണ്ടെങ്കിൽ അത് നീ മാത്രമാണ്, ഒരു സംശയവുമില്ല. എന്നാൽ ഇന്ന് ശംഭരനും ഇന്ദ്രനും എന്ന പോലെ എന്നോട് ഏറ്റുമുട്ടുന്ന ഈ അത്ഭുത യുദ്ധമുണ്ടല്ലോ അങ്ങയുടെ, അത് ലോകം മുഴുവൻ ഒന്ന് കാണട്ടെ. അതുല്യങ്ങളായ കൃത്യങ്ങൾ അങ്ങ് പലതും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അസ്ത്രപ്രയോഗ സാമർഥ്യം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഭീമ ബലവിക്രമിയായിട്ടുള്ള കബീന്ദ്രന്മാരെ പലരെയും അങ്ങ് താഴെ വീഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ചീത്തപ്പേരിലുള്ള പേടി കൊണ്ടാണ് ഞാൻ അങ്ങയെ നിഗ്രഹിക്കാത്തത്. കാരണം അങ്ങീത യുദ്ധം ചെയ്ത് തളർന്നിരിക്കുന്നു. ക്ഷീണം തീർക്കൂ. അതിനുശേഷം എൻ്റെ ബലവും യുദ്ധസാമർഥ്യവും ഞാൻ കാണിച്ചു തരാം. സുഗ്രീവന്റെ അപമാനജനകമായ വാക്കുകൾ കേട്ട കുംഭന് അഗ്നികുണ്ഡത്തിൽ നെയ്യൊഴിക്കുന്നത് പോലെ തൻ്റെ തേജസ് ഒന്ന് ആളിക്കത്തുവാൻ തുടങ്ങി. പെട്ടെന്ന് ഓടിച്ചെന്ന് രണ്ട് കൈകൾ കൊണ്ടും വാനരനാഥനെ കുംഭൻ കെട്ടിപ്പിടിച്ചു. മതമാർന്ന ആനകളെ പോലെ രണ്ടുപേരും യുദ്ധം ആരംഭിച്ചു. യുദ്ധത്തിൻ്റെ ഇടയിൽ അവർക്ക് കിതപ്പ് തുടങ്ങി. ശരീരങ്ങൾ കൂടിച്ചേർന്നതുപോലെയായി. അടുത്ത ക്ഷണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് വാട്ടം തട്ടി അവരുടെ വായിൽ നിന്ന് പുകയും ജ്വാലയും പുറപ്പെടുവാൻ തുടങ്ങി. അവരുടെ കരുത്തേറിയ കാൽപാദത്തിൻ്റെ ചവിട്ടേറ്റ് ആ പ്രദേശം തന്നെ കീഴ്പോട്ട് അമർന്നു തുടങ്ങി. ആ അമർന്ന പ്രദേശത്തിൻ്റെ ഭാരം താങ്ങാൻ സാധിക്കാതെ അലകടൽ ആർത്തിരമ്പി കലങ്ങുവാൻ തുടങ്ങി. സുഗ്രീവൻ കുംഭനെ പെട്ടെന്ന് തന്നെ പിടിച്ച് ലവണാംബുധി മധ്യത്തിലേക്ക് എറിഞ്ഞു. കബീന്ദ്രന്റെ കൈക്കരുത്തുകൊണ്ട് കുംഭൻ കടലിന് അടിവരെ എത്തി.
വിന്ധ്യമന്തര പർവ്വത തുല്യനായിട്ടുള്ള കുംഭൻ വീണപ്പോൾ കടൽ വേലിയേറ്റത്തെക്കാളും അധികം ശക്തിയിൽ നാലുപാടും കേറിയങ്ങ് പരന്നു. എന്നാൽ തൻ്റെ കരുത്തോടുകൂടി കുംഭൻ കരയ്ക്ക് കയറി. പൂർവാധികം കോപിഷ്ഠനായി സുഗ്രീവന്റെ അടുത്തേക്ക് യുദ്ധത്തിനായിട്ട് പാഞ്ഞെടുത്തു. വജ്രതുല്യമായ തൻ്റെ മുഷ്ടി കൊണ്ട് സുഗ്രീവന്റെ നെഞ്ചത്ത് ആഞ്ഞിട്ടിച്ചു. സുഗ്രീവന്റെ ശരീരം പൊളിഞ്ഞ് ശക്തിയിൽ രക്തം പ്രവഹിക്കുവാൻ തുടങ്ങി. എല്ലിൽ തട്ടിയ കൈ പിന്നാക്കം പെട്ടെന്ന് തന്നെ വലിച്ചു. വജ്രപാതമേറ്റ മേരുപർവ്വതത്തിൽ നിന്ന് തീജ്വാല പോലെ ഇടികൊണ്ട സുഗ്രീവൻ അവർണ്ണനീയമായ തേജസ്സിൽ ആവൃതനായി തീരുകയാണ് പെട്ടെന്നുണ്ടായത്. ഉടനെ തന്നെ വജ്രതുല്യമായ തൻ്റെ മുഷ്ടി, ആയിരമായിരം രശ്മികളാർന്ന സൂര്യനെ പോലെ ജ്വലിക്കുന്ന തൻ്റെ മുഷ്ടി വീര്യപരാക്രമിയായ കുംഭന്റെ മാറിൽ സൂര്യതനയനായ സുഗ്രീവൻ വളരെ വേഗത്തിലാണ് പതിപ്പിച്ചത്. കപീശ്വരന്റെ ഇട്ടിക്കൊണ്ട രാക്ഷസേന്ദ്രൻ പെട്ടെന്ന് തന്നെ താഴെ വീണു. പരിപൂർണ രശ്മി സഞ്ചയത്തോടെ ചൊവ്വാഗ്രഹം അമ്പരത്തിൽ നിന്ന് താഴെ പതിക്കുന്നത് പോലെ കുംഭൻ ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെട്ട് താഴെ പതിച്ചു. വാനര രാജാവായ സുഗ്രീവന്റെ മുഷ്ടി കൊണ്ട് ചതഞ്ഞ വക്ഷസോടെ വീഴുന്ന കുംഭകർണ സുതന്റെ ശരീരം രുദ്രനാൽ വീഴ്ത്തപ്പെട്ട ആദിത്യബിംബം പോലെ കാണുമാറായി. സർവരും അത്യത്ഭുതത്തോടെ നോക്കി നിന്നു. വാനരപ്രമുഖന്മാരിൽ വ്യാഘ്ര തുല്യനായിട്ടുള്ള കപീന്ദ്രൻ, അചിന്ത്യബലപരാക്രമിയാർന്ന ആ സുഗ്രീവൻ ദ്വന്ദ്വയുദ്ധത്തിൽ അമേയ വിദഗ്ധനായിട്ടുള്ള കുമാരനെ നിഗ്രഹിച്ചപ്പോൾ ആ മഹീതലം തന്നെ കുലുങ്ങുവാൻ തുടങ്ങി. മായാവികളും മഹാബലപരാക്രമികളുമായ നിശാചര പടകൾക്ക് ഒടുങ്ങാനാകാത്ത ഉത്ഭയം വളർന്നു വന്ന് എന്തു ചെയ്യണമെന്നറിയാതെ അവരെല്ലാവരും ഇതികർത്തവ്യാമൂഢന്മാരായി അത് നോക്കി നിന്നു. തൻ്റെ ജ്യേഷ്ഠനായ കുംഭനെ സുഗ്രീവൻ വീഴ്ത്തിയത് കണ്ട നികുംഭൻ കപികളെ മുഴുവൻ ചെന്തീപ്പാറുന്ന കണ്ണുകളോടുകൂടി ഒന്ന് നോക്കി. ചുട്ടെരിക്കത്തക്ക ശക്തിയുള്ളതായിരുന്നു ആ നോട്ടം. മഹാവീരനായ അവൻ അരക്കന്മാരുടെ ഭയത്തെ ഇല്ലാതാക്കുന്ന ഇന്ദ്രധ്വജ തുല്യമായ തൻ്റെ പരീഖത്തെ ചുഴറ്റി ഗഹ്വരം പോലെയുള്ള തൻ്റെ വാ പിളർന്ന് ഉച്ചത്തിലങ്ങ് അലറി. വാനരന്മാർ മാത്രമല്ല, രാക്ഷസന്മാർ കൂടി ആ ശബ്ദം കേട്ട് ഭയന്നുപോയി. അനങ്ങാൻ പറ്റാതായി സർവർക്കും. കപിസൈന്യത്തിൻ്റെ ശരീരത്തിലേക്ക് വലിയ തരത്തിലുള്ള ആക്രമണമാണ് പിന്നീട് നികുംഭൻ കാണിച്ചത്. കപിസൈന്യത്തിൻ്റെ വിഷമം കണ്ട വായുപുത്രനായിട്ടുള്ള ഹനുമാൻ ആ ഭീഷണരൂപന്റെ മുമ്പിലേക്ക് കൊടുങ്കാറ്റു വേഗത്തിൽ എത്തിച്ചേർന്നു. വിശാലമായ മാറിടം പരത്തിക്കൊണ്ട് തന്നെ അവൻ്റെ മുന്നിൽ നിന്നു ഹനുമാൻ. അങ്ങേയറ്റം ദേഷ്യത്തോടുകൂടി ആ അസുരൻ പരീഖത്തെ ആഞ്ഞ് ഹനുമാന്റെ നെഞ്ചിലേക്ക് നോക്കിയിട്ട് ഒരടിയടിച്ചു. അതുല്യ ബലവാനാണ് കുംഭകർണന്റെ ആ പുത്രൻ. എന്നാൽ കരുത്തിൽ കരുത്തനായ മാരുതിയുടെ നെഞ്ചിന്റെ കാഠിന്യം താങ്ങുവാൻ പരീഖത്തിന് കഴിയാതെ മറ്റെല്ലാവരും നോക്കി നിൽക്കെ അത് 100 കഷണങ്ങളായി മുറിഞ്ഞു വീഴുകയാണ് ഉണ്ടായത്. ഭൂചലനത്തിൽ മഹാദ്രി പോലെ നികുംഭ ആ പ്രഹരം കൊണ്ട് ഹനുമാൻ പതുക്കെ ഒന്ന് ചലിച്ചു. പവനാത്മജന്റെ വലത് കൈവിരലുകൾ കൂട്ടി കണക്കാക്കുവാൻ കഴിയാത്ത ആ ശക്തൻ നികുംഭന്റെ മാറിൽ ഹനുമാൻ അതിശക്തിയായൊന്നിട്ടിച്ചു. അവന്റെ പോർച്ചട്ട പൊളിഞ്ഞ് ചെഞ്ചോര ഒഴുകുവാൻ തുടങ്ങി. മാരുത തുല്യനായ മാരുതിയുടെ മുഷ്ടിപാദത്താൽ ആ പോർച്ചട്ടയിൽ നിന്ന് തീ ആളുവാൻ തുടങ്ങി. കാർക്കൊണ്ടലിന്റെ മിന്നൽ പിണർ പോലെ ആ കരിങ്കൂറ്റന്റെ ദേഹം തിളങ്ങി. അവൻ നിന്ന നിൽപ്പിൽ നിന്ന് തന്നെ ഒന്ന് വിറച്ചു. അല്പസമയം കൊണ്ട് വീണ്ടും സമാശ്വസിച്ച് പൂർവശക്തിയുക്തനായി തീർന്ന കുംഭകർണാത്മജൻ കെൽപ്പേറുന്ന ആ വായുപുത്രനെ വളരെ വേഗത്തിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ആകാശത്തിലേക്ക് ഉയരുവാൻ ഭാവിച്ചു. ലങ്കാനിവാസികളായ രാക്ഷസന്മാരെല്ലാം ഇത് കണ്ടുകൊണ്ട് കൂവിയാർത്ത് വിളിച്ചു. അല്പനേരം അനങ്ങാതിരുന്ന ആഞ്ജനേയൻ അസുരവരൻ കുറച്ചു ഉയരത്തിലേക്ക് എത്തിയപ്പോൾ വജ്രതുല്യമായ മുഷ്ടി കൊണ്ട് ആഞ്ഞൊരു ഇട്ടിയിട്ടിച്ചു. ഇടികൊണ്ട് തളർന്ന അസുരന്റെ കൈയൊന്നയഞ്ഞു. ഹനുമാൻ പെട്ടെന്ന് നിലത്തേക്ക് ചാടി നികുംഭനെ അടിച്ച് പഞ്ഞി പോലെയാക്കി നിലത്തിട്ട് വലിച്ച് അരച്ച് അതിശക്തിയിൽ അവന്റെ നെഞ്ചിലേക്ക് ചാടിക്കയറി ഇരുമ്പുലക്ക പോലെയുള്ള രണ്ട് കൈകൾ കൊണ്ടും പിടിച്ച് അത്യുച്ചത്തിൽ ഇടിച്ചു. അത്യുച്ചത്തിൽ ആർക്കുന്ന അവന്റെ ശിരസ് ശ്രീ ഹനുമാൻ വലിച്ച് ദൂരേക്ക് എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ നികുംഭനെന്ന വിചിത്രഭാവമുള്ള ആ വ്യക്തിത്വം മരണപ്പെട്ടു. ഇത് കണ്ടതോടുകൂടി
അത്യധികം അത്ഭുതത്തോടുകൂടി വാനര സൈന്യം ആ വീര്യവും കൊണ്ട് രാക്ഷസ പടയുടെ നേരെ കൊടുങ്കാറ്റ് കണക്കെ വേഗത്തിൽ യുദ്ധം ആരംഭിക്കുവാൻ തുടങ്ങി. നികുംബൻ നിഗ്രഹിക്കപ്പെട്ടപ്പോൾ ആനന്ദതുല്യ തുന്തിതരായിട്ടുള്ള മർക്കട സമൂഹം ആർത്തശബ്ദം മുഴക്കുന്നത് ദിഗന്തങ്ങൾ തട്ടി അത് മാറ്റൊലി കൊള്ളുവാനും തുടങ്ങി. വിഹായസ് വല്ലാതെ പിളർന്ന പോലെയായി. മഹീതലം ആകെയൊന്ന് കുലുങ്ങി. അരക്കപ്പടകളെല്ലാം അത്യധികം ദുഃഖിതരായി തീർന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് കുംഭകർണപുത്രന്മാരായ കുംഭനും നികുംബനും വാനരേന്ദ്രന്മാരാൽ ഹതരായി തീർന്ന എന്ന വാർത്ത കേട്ടുകൊണ്ട് രാക്ഷസേശ്വരനായിട്ടുള്ള രാവണൻ അലറി അട്ടഹസിക്കുവാൻ തുടങ്ങി. കോപം കൊണ്ട് ആപാത ചൂടം അഗ്നിയെപ്പോലെ ജ്വലിച്ചു രാക്ഷസ രാജാവ്. കോപവും വ്യസനവും ഒന്നിച്ചു തന്നെ വേലിയേറ്റം പോലെ വർദ്ധിച്ചു. പെട്ടെന്ന് തന്നെ തൻ്റെ സഹോദരനായ ഖരന്റെ പുത്രനെ വിളിച്ചു. അലയോ മകരാക്ഷ, എത്രയും വേഗത്തിൽ എന്നെ എടുത്തു വരിക. മകരാക്ഷൻ വളരെ വേഗത്തിൽ തന്നെ രാവണ സമീപത്തേക്ക് എത്തിച്ചേർന്നു. വന്നു ചേർന്ന മകരാക്ഷനോട് രാവണൻ പറഞ്ഞു, മകനെ മകരാക്ഷ, ഞാൻ ഇതാ നിനക്കാജ്ഞ തരുന്നു. സൈന്യങ്ങളോടുകൂടി നീ വേഗത്തിൽ പോകുക. ആ കാടന്മാരായ കുരങ്ങന്മാരെയും രാമലക്ഷ്മണന്മാരെയും നിഗ്രഹിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ തിരിച്ചു വരിക. വീരമാനിയായ ഖരപുത്രൻ വലിയച്ഛന്റെ കൽപ്പന ശിരസാവഹിച്ച് നിർഭയനായി യുദ്ധത്തിന് പോകാൻ ഒരുങ്ങി. രാക്ഷസേശ്വരനെ വലത്തുവെച്ച് നമസ്കരിച്ചു. ഉത്തുംഗമായ വെൺമാളികയിൽ നിന്ന് രാജനിർദ്ദേശമനുസരിച്ച് പുറപ്പെട്ടു. സമീപത്ത് നിൽക്കുന്ന സൈന്യാധ്യക്ഷനെ വിളിച്ച് ഖരാത്മജൻ പറഞ്ഞു, വേഗത്തിൽ തേര് കൊണ്ടുവരിക, പടകളെ ഒരു കൂട്ടി നിർത്തുക എന്ന് കൽപ്പിച്ചു. മകരാക്ഷന്റെ വാക്കുകേട്ട സേനാപതി രഥത്തെയും വലിയൊരു സൈന്യത്തെയും തയ്യാറാക്കി. തേരിനെ പ്രദക്ഷിണം വെച്ച് അസുരവരൻ രഥത്തിലേറി. ഉടനെ തന്നെ സൂതനോട് അതിവേഗത്തിൽ തേർത്തെളിക്കുക എന്ന് ആജ്ഞാപിച്ചു. ആജ്ഞാപിച്ച അതേ സമയത്ത് തന്നെ പടകളെ നോക്കിക്കൊണ്ട് മകരാക്ഷൻ പറഞ്ഞു, ഹേ രാക്ഷസ പ്രമുഖന്മാരെ, നിങ്ങളെല്ലാവരും എൻ്റെ മുന്നിൽ നിന്ന് അടരാടണം. നമ്മുടെ പെരുമാൾ പുകഴേന്തുന്ന ആ രാവണൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് രാമലക്ഷ്മണന്മാരെ നിർദ്ദയം വധിക്കണമെന്ന്. ഞാൻ ആ സഹോദരന്മാരെ ഇന്ന് പരലോകം കാണിക്കുവാൻ പോകുകയാണ്. സുഗ്രീവ സൈന്യങ്ങളായിട്ടുള്ള കീശന്മാരെ നിങ്ങളെല്ലാവരും കൂടി ശരങ്ങളാലും വരായുധങ്ങളാലും എതിരിടുക. ഉണങ്ങിയ വിറകിൻ കൊള്ളികളെ അഗ്നി എന്നതുപോലെ ആ കാട്ടുജീവികളെ മുഴുവൻ നിങ്ങൾ ചാമ്പലാക്കി തീർക്കുക. ബലശാലികളായ രാക്ഷസന്മാർ മകരാക്ഷന്റെ ആജ്ഞയനുസരിച്ച് അനേകവിധ ശസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് ഒത്തുചേർന്നു. ആ അസുരന്മാരെല്ലാവരും കാമരൂപികളും മഞ്ഞ നിറത്തിലുള്ള കണ്ണുകളുള്ളവരും കഠിന ദംഷ്ട്രകളോട് കൂടിയിട്ടുള്ളവരുമാണ്. കൂറ്റന്മാരായ അരക്കന്മാർ ഭീമരൂപന്മാരായി ഖരാത്മജന്റെ ചുറ്റും നിന്ന് ഊഴി കുലുക്കിക്കൊണ്ട് അവർ യുദ്ധത്തിനായി നടന്നു തുടങ്ങി. വമ്പിച്ച പടകളോടുകൂടി വരുന്ന മകരാക്ഷനെ സുഗ്രീവ സൈന്യം കണ്ടു. അങ്ങിങ്ങായി നിന്നിരുന്നവർ പെട്ടെന്ന് തന്നെ ഒന്നിച്ചു ചേർന്ന് പാഞ്ഞെടുത്ത് യുദ്ധത്തിനായി തയ്യാറായി. തുടർന്നുണ്ടായ പെരുമ്പട രോമാഞ്ചജനകമായിരുന്നു. ദേവന്മാരും ദൈത്യന്മാരും ഏറ്റുമുട്ടിയതുപോലെയാണ് കപിരാക്ഷസന്മാർ യുദ്ധം ആരംഭിച്ചത്. ഖരപുത്രന്റെ ശരപ്രഹരത്താലും കഠിനമായിട്ടുള്ള യുദ്ധമുറകൾ കൊണ്ടുമെല്ലാം കപി സൈന്യം വല്ലാതെ വിഷമിച്ചു. പതറിയ മനസ്സോടുകൂടി, പേടിച്ചിരണ്ട മനസ്സോടുകൂടി വാനരപ്പട പിന്തിരിഞ്ഞോടുന്നത് കണ്ട അരക്കന്മാർ സിംഹത്തെ പോലെ ഗർജിച്ചു. കപിപ്പടയെ രാക്ഷസന്മാർ വിജയിച്ചു എന്നൊരു തോന്നലുണ്ടാക്കി. വാനരന്മാർ നാല് പുറവും പായുന്നത് കണ്ട ശ്രീരാമചന്ദ്രൻ രാക്ഷസന്മാരെ മുഴുവൻ ശരപ്പേമാരി കൊണ്ട് തടുത്തു. അടുത്ത് മുന്നിൽ നിൽക്കുന്ന ദാശരഥിയെ കണ്ട മകരാക്ഷൻ കോപാഗ്നി കൊണ്ട് അടിമുടി ആളിയതുപോലെ ശ്രീരാമനെ നോക്കിക്കൊണ്ട് ഉച്ചത്തിൽ പറയുവാൻ തുടങ്ങി, ഹേ രാമ, നിൽക്ക്, നമുക്ക് ദ്വന്ദ്വയുദ്ധം തുടങ്ങാം. എൻ്റെ പക്കലുള്ള കൂരമ്പുകളാൽ ഇന്ന് നിന്റെ പ്രാണനെന്ന് നിന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകും. ദണ്ഡകാരണ്യത്തിൽ വെച്ച് എൻ്റെ അച്ഛനെ കൊന്ന നിന്നെ എൻ്റെ മുന്നിൽ കാണുമ്പോൾ അംഗങ്ങളോടുകൂടി കോപത്താൽ ഞാനിതാ വിറയ്ക്കുന്നു. ഹേ ദുഷ്ടബുദ്ധി രാഘവ, ആ വൻകാട്ടിൽ വച്ച് അന്ന് ഞാൻ നിന്നെ കണ്ടെത്തിയില്ല. രാമ, എനിക്ക് തികച്ചും ഭാഗ്യമുണ്ട്. നിന്നെ ഇവിടെ വെച്ച് കാണുവാൻ സാധിച്ചുവല്ലോ. വിശപ്പ് കൊണ്ട് വലഞ്ഞ സിംഹം മൃഗത്തെ എന്ന പോലെ ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഇനി നിനക്കൊരിക്കലും രക്ഷയില്ല. എൻ്റെ നിശിത ശരങ്ങൾ അതിശക്തിയിൽ നിന്നിൽ പതിക്കും. നീ കാലപുരിയിലെത്തുകയായി. നീ വധിച്ചവരോടുകൂടി തന്നെ നീ എത്തിച്ചേരും. അധികം വർത്തമാനം പറഞ്ഞിട്ട് എന്താണ് കാര്യം രാമ?
അതുകൊണ്ട് എൻ്റെ ഒരു വാക്കുകൂടി കേൾക്കുക. ഇന്ന് ലോകം മുഴുവൻ നിന്നെയും എന്നെയും യുദ്ധക്കളത്തിൽ കാണട്ടെ. ഗദയോ വില്ലോ എന്തു വേണമോ അത് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് പറയാം. അതിനനുസരിച്ച് നമുക്ക് പയറ്റാം. അഭ്യാസം ഏതാണെന്ന് നീ പറയുക മാത്രം മതി. മകരാക്ഷന്റെ മത്തു പിടിച്ചതുപോലെയുള്ള പുലമ്പൽ കേട്ട ദശരഥ നന്ദനനായ ശ്രീരാമചന്ദ്രൻ മനോഹര മന്ദഹാസത്തോടുകൂടി മറുപടി പറഞ്ഞു. രാമൻ പറഞ്ഞു, ഹേ രാക്ഷസേന്ദ്ര, എന്തിനാണ് വെറുതെ ഇങ്ങനെ മേനി പറയുന്നത്? കഠിന വാക്കുകൾ കൊണ്ട് പോരിൽ ജയിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. അതിന് അംഗം വെട്ടണം. എടോ, നിന്റെ അച്ഛനെ മാത്രമല്ല 14,000 രാക്ഷസ പ്രമുഖന്മാരെയും ത്രിശിരസിനെയും ദൂഷണനെയും ദണ്ഡകാരണ്യത്തിൽ വെച്ച് ഞാൻ നിഗ്രഹിച്ചിട്ടുണ്ട്. എടാ ദുഷ്ട, കൂർത്ത കൊക്കും നഖങ്ങളുമുള്ള കഴുകനും കാക്കയും ഇന്ന് യഥേഷ്ടം നിന്റെ ശരീരത്തെ, നിന്റെ ദേഹത്തെ കൊത്തി തിന്നും. കുറുക്കനും അതുകൊണ്ട് ഇഷ്ടഭോജ്യം തന്നെയാകട്ടെ നിന്റെ ശരീരം. ശ്രീരാമൻ ഇത്രയും പറഞ്ഞപ്പോഴേക്കും നിശാചരപരനായിട്ടുള്ള ഖരപുത്രൻ അനേകം അസ്ത്രങ്ങൾ തുടർന്നുകൊണ്ട് രാമനെതിരെ ഇത് തുടങ്ങി. എന്നാൽ അവയെ ഓരോന്നിനെയും ശ്രീരാമ ബാണങ്ങൾ 100 ഖണ്ഡിച്ചു കളഞ്ഞു. ദശരഥാത്മജനും ഖരപുത്രനുമായി വമ്പിച്ചൊരു ഏറ്റുമുട്ടൽ അവിടെ നടന്നു. ശ്രീരാമൻ അയക്കുന്ന ബാണങ്ങളെ നിശാചരവീരൻ മുറിച്ചു. അവൻ അയക്കുന്ന വിശിഖങ്ങളെ നെന്മണി പോലെ ദേവൻ 100 വീഴ്ത്തിക്കളഞ്ഞു. ശരങ്ങൾ കൊണ്ട് 10 ദിക്ക് മൂടിക്കഴിഞ്ഞു. ഭൂമി അല്പം പോലും കാണാൻ പറ്റാത്ത മട്ടിലായി. ശ്രീരാമന്റെ കടക്കണ്ണുകൾ ചുകന്നു. അമ്പുകൾ 8 ഒന്നിച്ച് കോദണ്ഡത്തിൽ നിന്ന് പുറപ്പെട്ടു. മകരാക്ഷന്റെ സാരഥി ഛിന്ന ഭിന്നനായി ഭൂമിയിൽ പതിച്ചു. തുടർന്നു വരുന്ന രാമബാണങ്ങൾ അശ്വങ്ങളെയും രഥത്തെയും പിളർത്തി. രാക്ഷസവര്യൻ തേരിൽ നിന്ന് ഭൂമിയിലേക്ക് ചാടി. ആ രാക്ഷസ നായകന്റെ കയ്യിൽ ഭീഷണമായൊരു ശൂലം പ്രത്യക്ഷപ്പെട്ടു. ഏതൊരു ജീവിക്കും ഭയാനകവും കാലാഗ്നി തുല്യവും ദുർധർഷവുമായ ആ ഭയങ്കര ശൂലം സാക്ഷാൽ ശ്രീരുദ്രദേവൻ നൽകിയതാണ്. അത് കണ്ടാൽ തന്നെ ദേവന്മാർ പേടിച്ചെരണ്ട് ഓടും. ജ്വലിക്കുന്ന ത്രിശൂലത്തെ രാക്ഷസൻ വട്ടം ചുഴറ്റി. ആ സംഹാരാസ്ത്രം വാനിൽ ഒളിമിന്നൽ പോലെ സർവരും ആ ഒളിമിന്നലിനൊത്ത പെരും ശൂലത്തെ നോക്കി നിന്നു. അതിദുഷ്ടനായിട്ടുള്ള അസുരൻ ശ്രീരാമചന്ദ്രനെ നോക്കിക്കൊണ്ട് തൻ്റെ കയ്യിലുള്ള ഭയങ്കരമായ ശൂലം നേരിട്ട് എറിഞ്ഞു. എല്ലാവരും ഭയതരളിതരായി. പെട്ടെന്ന് തന്നെ ശ്രീരാമചന്ദ്രന്റെ പള്ളിവില്ലിൽ നിന്ന് പുറപ്പെട്ട 3 ബാണങ്ങൾ ആകാശത്ത് വെച്ച് അഗ്നി തേജസ് വമിക്കുന്ന ശൂലത്തെ മുറിച്ചു കളഞ്ഞു. വലിയൊരു പന്തം അനേകം കഷണങ്ങളായി വീഴുന്നത് പോലെ എരിഞ്ഞുകൊണ്ട് ശൂലം ഖണ്ഡങ്ങളായി ഭൂമിയിൽ പതിച്ചു. ആകാശത്ത് നിൽക്കുന്നവർ ആർത്തുകൊണ്ട് ശ്രീരാമനെ സ്തുതിക്കുവാൻ തുടങ്ങി. ദിവ്യായുധം പോയ മകരാക്ഷൻ മുഷ്ടി ചുരുട്ടി ശ്രീരാമചന്ദ്രന്റെ അടുത്തേക്ക് അലറിയെടുത്തു. അവന്റെ വരവ് കണ്ട രഘുപതി പൂപ്പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് ആഗ്നേയാസ്ത്രം ശരത്തിൽ യോജിപ്പിച്ച് പ്രാർത്ഥനാപൂർവം അകർണാന്തം വലിച്ചുവിട്ടു. ശ്രീരാമ സായകമേറ്റ നിശാചരേന്ദ്രൻ നെഞ്ചു പൊളിഞ്ഞ് മലർന്നടിച്ചു വീണു. അവന്റെ ശരീരത്തിൽ നിന്ന് പ്രാണൻ വിട്ടുപിരിഞ്ഞു. മഹാപ്രഭു മകരാക്ഷനെ വീഴിച്ചത് കണ്ട രാക്ഷസന്മാർ ലങ്കാനഗരത്തിന്റെ അന്തർഭാഗത്തേക്ക് ജീവനും കൊണ്ട് കുതിച്ചോടി. അങ്ങനെ ഇന്ദ്രവജ്രം തട്ടിയ മാമല പോലെ മകരാക്ഷൻ അടർക്കളത്തിൽ വീണത് ആനന്ദത്തോടു കൂടിയിട്ടാണ് അമ്പരമാർഗത്തിലുണ്ടായിരുന്ന ദേവഗണങ്ങളെല്ലാം നോക്കി നിന്നത്. ശ്രീരാമചന്ദ്രന്റെ അസ്ത്രവിദ്യയുടെ മായാജാലം കണ്ടുകൊണ്ട് സർവരും ശ്രീരാമചന്ദ്രനെ സ്തുതിക്കുവാൻ തുടങ്ങി. ഇങ്ങനെ ശ്രീരാമൻ തൻ്റെ അസ്ത്രവിദ്യയുടെ പരമമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഈ ഭാവം കാണിക്കുന്ന ഈ ഒരു കഥാസന്ദർഭം വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ രാമായണ പഠനത്തിന് സമാപനം കുറിക്കാം. രാമായണം എന്ന ഈ ജീവിത ഗ്രന്ഥത്തെ, ഭരണഗ്രന്ഥത്തെ വളരെയധികം ശ്രദ്ധയോടുകൂടി വായിക്കുവാനും പഠിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.